ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രേണു സുധിയുടെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഉണ്ട്. നമുക്ക് ആ ഇൻ്റർവ്യൂയുടെ പുതിയ വിശേഷങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ പേരിലെത്താൻ ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ഇൻ്റർവ്യൂവിലോട്ട് പോവാം. ഏറെക്കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ലെറ്റ് us വെൽക്കം രേണു സുധി ടു ചൈ ടോക്സ് വിത്ത് പൈപ്പ ഗേൾ. താങ്ക് യു. സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ആകെ മൊത്തം ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ഉണ്ടോ? മൊത്തത്തില് ഇവിടെ വെക്കുവാണ്. മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട്. ഹെയറിന് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ട്, സ്കിന്നിന് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ട്, ടോട്ടൽ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പം എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? ഹെയർ റോമ പെർമനന്റ് കോസ്മെറ്റിക്സ്. ഓക്കെ, അവർ നമ്മൾ LW ചെയ്തിട്ടുണ്ട്. ഇൻവിസിബിൾ, ഓക്കെ, ലൈറ്റ് വെയിറ്റ് ഉള്ള ഹെയർ. ലോങ് ഹെയർ വേണമെന്നൊരു ആഗ്രഹം ഇഷ്ടമായിരുന്നു. ഓൾറെഡി ഹെയറിന് ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് ചെന്നത്, പക്ഷെ അത് ചെയ്യണ്ട, ഓൾറെഡി ഹെൽത്ത് ഉള്ള ഹെയർ ആണ്. സോ അത് ചെയ്യേണ്ടെന്ന് മാം പറഞ്ഞു, റൂമ മാം പറഞ്ഞു. അപ്പൊ നമുക്ക് ലെങ്ത് ഇട്ടാൽ രേണുവിന്റെ ഫേസ് ചിലപ്പോൾ മാറുമായിരുന്നു. അത് ടോട്ടലി മാറിയിട്ടുണ്ട്. BB ഗ്ലോ ചെയ്തായിരുന്നു. അതുപോലെ പിന്നെ ചെയ്തവര് നമ്മുടെ ഈ പുരുകം, ഐബ്രോസ് മൈക്രോ ബ്ലേഡിങ് ചെയ്തു. അതൊക്കെ ഉള്ളു. ഈ ഒരു മാറ്റത്തിന്റെ പുറകിൽ എന്തെങ്കിലും വലിയൊരു മാറ്റം ഉണ്ടോ? ഒന്നുമില്ല, ഇതൊരു മാറ്റം അത്രേ ഉള്ളൂ. ഒരു മേക്ക് ഓവർ എപ്പോഴും നല്ലൊരു പോസിറ്റീവ് സൈൻ ആണ്, നല്ല കാര്യമാണ്. അതെ, ഈവൻ ഇപ്പോഴും ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയത് ലൈക്ക് ആ ഒരു ഹെയർ സ്റ്റൈലിന്റെ ആ ഒരു നേർക്കിടലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി. ദൈവം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ശ്രദ്ധിക്കണമല്ലോ. തിരക്കിന്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ. അപ്പൊ നല്ലൊരു ടോട്ടൽ മേക്ക് ഓവർ ആയിട്ടുണ്ട്. ലൈക്ക് ഒരു ബേബി ഡോൾ പോലെ ഒരു വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഡ്രസ്സ് ഫ്രണ്ട് മേടിച്ചതാണ്. എനിക്കിപ്പം ഓൾറെഡി കുറെ ഡ്രസ്സുകൾ എനിക്ക് മേടിച്ചു തന്നു, ചെരുപ്പ് വാങ്ങിച്ചു തന്നു. കരീഷ്മ, ഞാനപ്പോൾ അത് പറയുമ്പോൾ കരീഷ്മ കപൂർ ആണോ? ഒരിക്കലല്ല. സോ അവള് വാങ്ങി തന്നാണ്. താങ്ക് യു സോ മച്ച്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട്. ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നു ഷൂട്ട്സും കാര്യങ്ങളും? ഇപ്പൊ കറണ്ട് പ്രൊജക്ട് എന്തൊക്കെയാണ്? നല്ല ഓട്ടാണ്, ഇവിടെ അങ്ങോട്ട് ഭക്ഷണം ഇല്ല, ലൈക്ക് വെള്ളം ഇല്ല, എപ്പോ വിളിച്ചാലും ലൈക്ക് ഫുൾ തിരക്കാണ്. നമ്മൾ വിളിച്ചാലും ബസ്സിലാണ്, ഷൂട്ടിലാണ്. വല്ലപ്പോൾ എങ്ങാനും ആ ഭക്ഷണം കഴിക്കാടാന്ന് കേട്ടാൽ തന്നെ ആശ്വാസം, അത് വാവിന് സംക്രാന്തിക്കും. അപ്പൊ എങ്ങനെ പോകുന്നു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്ന. വെബ് സീരീസ് ഉണ്ട്, ആൽബംസ് ഉണ്ട്, സിനിമയുണ്ട്. 2 സിനിമയുടെ പൂജ കഴിഞ്ഞു, അതിൽ നല്ല വേഷമുണ്ട്. ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഒരുപാട് ഇറങ്ങാൻ കിടക്കുന്ന ആൽബംസ്. ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ് അല്ലേ? ഇന്ന് നമ്മൾ മോർണിംഗ് ലൈവ് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് ഗോയിങ് വാട്ട് എവർ, ലൈക്ക് അതേഴ്സ് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ആ ഒരു രീതിയിൽ പോകാൻ വേണ്ടിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതിലും ഐ എം സോ ഹാപ്പി. ലൈക്ക് ഒരു സ്ട്രോങ് ലേഡി എന്നുള്ള രീതിയിൽ ഇത്രയും പ്രശ്നങ്ങളെ എങ്ങനെയാണ് താങ്കൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? കൊള്ളാലോ. മൊത്തം കോൺട്രവേഴ്സീസ് ആണ് അല്ലെ? ഓരോ എന്ത് തൊട്ടാലും നമുക്കൊന്നും തൊടാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും വിട്ട്. കാരണം നമ്മൾ സാധാരണ ഒരു സ്ത്രീയാണ്, ഒരു സിംഗിൾ പേരന്റ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് പിടിച്ചാലും അത് വിവാദമായി മാറുകയാണ്. അത് ഞാൻ അറിയാതെ തന്നെ. ഞാൻ മനഃപൂർവ്വം ചെയ്ത് വിവാദത്തിൽ ചെന്ന് ചാടിയാലോ ഓക്കെ ശരി. ഇത് 2 ദിവസം കഴിയുമ്പോൾ അറിയുന്നത്, എടി നീ അറിഞ്ഞോ കൂട്ടുകാർ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, എന്തോന്ന് അത്, ഇത് നീ 2 ദിവസം മുന്നേ പറഞ്ഞില്ലേ, ആ സാധനം തീർന്ന് വിട്ടുപോയെന്ന് പറയും. അപ്പൊ ഒരുപാട് വിവാദങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈവൻ ഞാനും ഈ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ തന്നെയാണ് ഇപ്പോ ലൈക്ക് അപ്രോച്ച് ചെയ്യാൻ വന്നിരിക്കുന്നത്. കാരണം 2 വശവും കേൾക്കണമല്ലോ. കാരണം സത്യവും കള്ളവും ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സിയോടുകൂടി എൻഡ് ഓഫ് ദ ഡേ ഒരുപാട് ആളുകൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഈ സ്ട്രോങ് ലേഡി നിന്ന് പോകുന്നു, ഇതിൽ എന്തൊക്കെയാണ് ഒരു വശം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇന്നൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു? കുഴപ്പമില്ലടാ, ഓൾറെഡി. ഇനി വീട്ടിൽ പോക്കൊക്കെ കുറവാണോ? ഈ ഒരു ഇനി 25-ാം തീയതി കഴിഞ്ഞ വീട്ടിൽ പോകത്തുള്ളൂ. ഓക്കെ. അപ്പം കിച്ചു, നമ്മൾ ആക്ച്വലി സുധിച്ചേട്ടൻ്റെ ഒരു ലോഞ്ചിൽ, അത് ഇതാണ് എൻ്റെ വാവുട്ടൻ, പിള്ളേരൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കിച്ചുവിനെ കാണുന്നത് ക്യാമറയിലൂടെ. അപ്പം കിച്ചുവും രേണു ആയിട്ടുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാണ്? ഞങ്ങൾ തമ്മിൽ അമ്മ മകൻ, അതിലവര് ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ്. അതിപ്പം മീഡിയക്ക് മുന്നേ ഞങ്ങൾ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്നും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. കുറച്ച് മുന്നേ വിളിച്ചിരുന്നത് ഞങ്ങൾ അങ്ങനെയാണ്. സൈലന്റ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കും. അമ്മ എവിടെയാ, അനിയൻ എന്തിയെ, അല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കും, പറയും. അപ്പോ ഇപ്പൊ പെട്ടെന്ന് കിച്ചുവിന്റെ ഒരു യൂട്യൂബ് 100K ആയി. തീർച്ചയായിട്ടും അല്ലെ? അപ്പൊ അതിന് ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ മാതിരി കീപ്പ് ഓൺ വാച്ചിങ് ആണ്. എന്താണ് രേണു സുധി ചെയ്യുന്നത്, എന്താണ് അങ്ങോട്ട് മാറുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഹോം ടൂറിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോനാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പാക്കി വെച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു 100K എന്ന് പറയുന്ന യൂട്യൂബ് റീച്ച് ആയിട്ട് ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസോ ഒന്നും കണ്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയാണ്ട് ഒരു കമന്റ് കണ്ടു. ജസ്റ്റ് നോക്കിയപ്പോ ഇവള് കിച്ചുവിന് ഒരു കൺഗ്രാജുലേഷൻ പോലും തന്നില്ല. ഞാൻ അവന്റെ അമ്മയാണ്, അവന്റെ കൂട്ടുകാരിയല്ല, പുറത്തുനിന്ന് ഒരാളുമല്ല. എനിക്കിപ്പം മീഡിയ അറിയിച്ചോണ്ട് എനിക്ക് വേണേ ചെയ്യാം. എല്ലാരും നോക്കും
ആഹാ കിച്ചടി അതിന്റെ ആവശ്യമില്ല. ഞാൻ കോൾ ചെയ്ത് എന്റെ മകനോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും രേണു എവിടെ ചെന്ന് കഴിഞ്ഞാലും മീഡിയാസ് ഉണ്ട്, ബൈറ്റ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ ടോപ്പിക് രേണു സംസാരിക്കുന്നുണ്ട്. മേ ബി എക്സ്പ്രസ് ചെയ്യുന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിൽ വരുന്ന ഒരു ഇന്റർവ്യൂവിൽ രേണു പറയുന്നുണ്ടായിരുന്നു, ഞാൻ അത്ര ലൈക്കിനു ഞാൻ എല്ലാവരോടും ഭയങ്കര കമ്പനിയാണ്, എൻ്റെ അടുത്തൊന്നും സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ലൈക്ക് ക്യാരക്ടറാണ്. അപ്പോൾ സംസാരത്തിന്റെ ചില കാര്യങ്ങളെ വളച്ചൊടിച്ചിട്ട് ഒരു ഇഷ്യൂ ആക്കുന്ന രീതിയിൽ യൂട്യൂബിൽ വീഡിയോസ് വരുന്നതാണോ, അതോ ചിലവരുണ്ട് എനിക്ക് അങ്ങനെ കറക്റ്റ് സംസാരിക്കാൻ അറിയില്ല, ആ ഒരു അറിയില്ല എന്നുള്ളതിന്റെ ഒരു കുറവിന്റെ ഭാഗമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ ഓരോ സംസാരങ്ങളും എനിക്ക് എന്റേതായിട്ടുള്ള ശരികളുണ്ട്, എന്റേതായിട്ടുണ്ട്, തീർച്ചയായിട്ടും എന്റേതായിട്ടുള്ള സത്യങ്ങൾ അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ പറയുമ്പോൾ അത് അംഗീകരിക്കത്തില്ല ചില ആളുകൾ, എല്ലാ ആളുകളും അല്ല. ഇപ്പം ദൈവത്തിന് എല്ലാവർക്കും ഉണ്ട്. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ശരികളുണ്ട്, തെറ്റുകളുണ്ട്, സത്യങ്ങളുണ്ട്. ഇത് രേണു സുധി പറയുമ്പം അത് വളച്ചൊടിക്കാൻ പല ആളുകളും ഉണ്ട്. ഇത് തന്നെയാണ് അതിന്റെ സത്യം. അത് വളച്ചൊടിക്കാനുള്ള പല ആളുകളുണ്ടെന്ന് പറയാൻ കാരണം തീയില്ലാതെ പുക ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെ. അപ്പോ ഒരാളെ മാത്രം, എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഒരാളെ മാത്രമായിട്ട് കീപ്പോൺ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടന്റ് സംഭവങ്ങൾ അടുത്തിടയ്ക്കൊന്നും ഈവൻ ഞാനും റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതില് പല വശങ്ങളുണ്ട്. കാരണം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്നു, ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മുമ്പ് ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ ഇഷ്ടമാണ്, അങ്ങനെ പല കാറ്റഗറിയിലെ കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ എവിടെ പോകുമ്പോഴും ഈ മീഡിയ അറ്റൻഷൻ കുറച്ച്, അല്ലെങ്കിൽ എല്ലാത്തിനും മറുപടി എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത രീതിയിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ട. എന്നോട് ചോദിക്കുന്നതിന് എനിക്കൊരു മറുപടി ഉണ്ടാകും. പിന്നെ മീഡിയാസിന് മുന്നിൽ സത്യം പറഞ്ഞാൽ ഈ പ്രേക്ഷകരായി ഈ നെഗറ്റീവ് പറയുന്നവർക്ക് പോലും എന്റെ വായിൽ നിന്ന് എന്താണ് വീണത്, എന്റെ കാര്യങ്ങൾ അറിയണം. ഓഫ് കോഴ്സ്. അപ്പൊ അതൊരു മീഡിയേറ്റർ വേണം. അതാണ് മീഡിയയായിട്ട് അവർ കാണുന്നത്. അവർക്ക് ഞാനൊരു കാര്യം ചെയ്യും, ഇവർക്ക് നെഗറ്റീവ് പറയാനാണെങ്കിലും പോസിറ്റീവ് പറയും, ഇവർ കാണുന്ന കൊണ്ടല്ലേ അവരിത് അറിയുന്നത്. ഉറപ്പായിട്ടും. പിന്നെ തീർച്ചയായിട്ടും അതുപോലെ നമ്മളൊരു ഷൂട്ടിന് ചെന്നാൽ നമ്മളല്ല മീഡിയക്കാരെ അറിയിക്കുന്നത്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെ വിളിക്കും. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നവരെ. പിന്നെ എന്നെ സംബന്ധിച്ച് ഏതൊരു ചോദ്യത്തിനും ഞാൻ ഉത്തരം ഇല്ല എന്ന് പറയത്തില്ല, എല്ലാത്തിനും മറുപടി ഉണ്ട്. മറുപടി അതാണ് എന്നിൽ ഇപ്പം പറഞ്ഞ പോലെ ഒരു കുഴപ്പമായിട്ട് കാണുന്നത് ചില ആളുകൾ. അതിൽ പ്ലസ്സും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. രണ്ട് അമ്മയെ കൊന്നാലും രണ്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ സാധനം. സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസത്തെ പറ്റിയിട്ട് ഒരു ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ തലേ ദിവസം ഐ തിങ്ക് വളരെ ഒരു സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് ആ ഒരു ഓർമ്മ ദിവസത്തെ പറ്റി പറയുമ്പോൾ വളരെ കൂളായിട്ട് ചില്ലായിട്ട് ചിരിച്ച് ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെക്ഷൻ, അതെങ്ങനെയാണ് ഒരു ആൾക്ക് പറ്റുന്നതെന്ന്? എൻ്റെ ലൈഫിലെ പറ്റിയ ഒരു അബദ്ധമാണ് അത് തന്നെ. അത് തെറ്റ് പറ്റിയതാണ്. അതിൻ്റെ കാരണമാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ തലേന്ന് ഏട്ടൻ്റെ ചരമവാർഷികത്തിൻ്റെ തലേന്ന് ഒരു ഷൂട്ട് നടക്കുവാണ്. അപ്പം എൻ്റെ കൂടെ ഒരു ചെക്കനാണ് ഹെയർ സ്റ്റൈലിസ്റ്റ്. അപ്പം അവൻ ഇങ്ങനെ തമാശ പറഞ്ഞു. അപ്പം മീഡിയാസ് ഉണ്ട്, നമ്മളതല്ല. സോ ഇവൻ ഇങ്ങനെ ഓരോന്ന് പറയുവാണ്, ചേച്ചി അങ്ങനെ പറഞ്ഞിങ്ങനെ ചിരിച്ച് തിരിഞ്ഞ് വന്നപ്പോൾ ഇവരെയാണ് കണ്ടത്. അപ്പം നിങ്ങളും പറഞ്ഞ ഇതാണ് എൻ്റെ ഭാഗത്തുനിന്ന് അബദ്ധമാണ്. ഏതൊരു പോലീസുകാരൻ ഞാൻ പറഞ്ഞു സമ്മതിച്ചു. അതേപോലെ ഒരു അബദ്ധം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു വശമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ദിവസം കംപ്ലീറ്റ് മീഡിയാസ് ആയിരുന്നു, ടു ബി ഫ്രാങ്ക്. നമ്മൾ ആരും വിളിച്ചിട്ടല്ല, അറിഞ്ഞു വന്നതാണ്. അതിന്റെ ഇടയിൽ ഈവൻ വേറൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു, എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആ ഒരു ദിവസം അലൻ ജോസ് പെരേരയുടെ ഒരു ഡാൻസ്, അതൊരു സപ്പോർട്ട്. അലൻ ജോസ് പെരേരയോട് ഞാൻ എന്തിനാണ് ഡാൻസ് കളിച്ചായിട്ട് ദൈവം കണ്ടത്? ഇല്ല. പക്ഷെ രേണുവിനോട് നോ പറഞ്ഞുകൂടായിരുന്നു. ഞാൻ പറയട്ടെ, ഞങ്ങൾ ആംഗ്ലിക്കൻ ചർച്ച് പ്രകാരമാണ് സൂചിച്ചാണ് അടക്കം ചെയ്തത്. ഓരോ എന്താ പറയുക മതത്തിനും അല്ലെങ്കിൽ ചർച്ചിന്റെ കാര്യത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആംഗ്ലിക്കൻ ചർച്ചിന്റെ പ്രകാരം മരിച്ചു കഴിഞ്ഞാൽ 9:40 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഓർമ്മ ദിവസങ്ങളോ കാര്യങ്ങളോ ഈ ജസ്റ്റ് ആ രാവിലത്തെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ ആ ഒരു നമ്മുടെ ആ ഇതിന്റെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിന്റെ വിശ്വാസപ്രകാരം രാവിലെ കല്ലറയിൽ ഒരു 10 മിനിറ്റ് പ്രയർ, വീട്ടിൽ വന്ന് ഫോട്ടോയ്ക്ക് മുന്നിൽ തിരികെത്തിച്ച ഒരു പ്രയർ, അത് കഴിഞ്ഞു. അന്നത്തെ ദിവസം അന്ന് തന്നെ അന്നത്തെ ദിവസം ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സമയത്തിനല്ല എൻ്റെ സഹപ്രവർത്തകരും അതുപോലെ എൻ്റെ ബന്ധുക്കൾ ആ സമയത്തിനല്ല വന്നത്. അപ്പം അവരെല്ലാവരും വരുന്ന സമയം പല സമയങ്ങളാണ്. അതുപോലെ തന്നെ അന്നാണ് എൻ്റെ 2-3 വർക്ക് ഇറങ്ങുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത് ആൽബം ഇറങ്ങുന്ന ദിവസമാണ് അന്ന്. ആയിക്കോട്ടെ, പക്ഷെ ഇതിപ്പോ ഈ പറഞ്ഞ മാതിരി 1 hour കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസത്തിലെ ആ ഒരു ആചരിക്കുന്ന ഒരു സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ. അപ്പോൾ ആ ഒരു അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം സ്പോട്ടിൽ തന്നെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇല്ല, എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അവിടെ ഡാൻസ് കളിച്ചിരുന്നെങ്കിൽ അത് എനിക്ക് തെറ്റായിട്ട് തോന്നി. അത് ഞാൻ ചെയ്ത തെറ്റ് എന്ത് വന്നാലും ഞാൻ പറഞ്ഞിട്ടില്ലേ,
തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. പക്ഷെ രേണുവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ രേണുവിന്റെ പ്രസൻസിൽ റോങ് ആയിട്ട് ഏതെങ്കിലും ഒരാൾ ചെയ്താൽ എനിക്കത് റോങ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നിയില്ല. അലിൻ ജോസ് അതും പോവാണ്. പോയപ്പോ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അലിനെ ഒരു ഡാൻസ് കളിച്ചറ എന്ന് പറഞ്ഞത് അത് എന്റെ തെറ്റാണ്. അത് ഞാൻ കുറച്ച് മുന്നേ ഞാൻ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, സമ്മതിച്ചു ഞാൻ. പക്ഷെ അത് മീഡിയ എന്നാണ് ഒരാൾ, മീഡിയ ആ ഭാഗത്ത് നിന്ന് ആരാണെന്ന് എനിക്കറിയത്തില്ല, ഒരാൾ പറഞ്ഞു. അതും എന്റെ കൂടെ അഭിനയിക്കുന്ന പ്രതീഷിന്റെ ഒരു കുട്ടി മോളുണ്ടായിരുന്നു. അപ്പൊ ഋതപ്പന്റെ ഒക്കെ അത്രയും പ്രായം, അവനെക്കാളും ഇളയ കുട്ടി. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഡാൻസ് ചെയ്യുമെന്ന് ചോദിച്ചു. മാമൻ ഡാൻസ് ചെയ്യുമെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണ്, ഇവര് പോകുന്ന സമയത്താണ്. അതാണ് അവിടെ എനിക്കത് തെറ്റായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ അവിടെ ഡാൻസ് കളിച്ചാൽ അത് തെറ്റാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ രേണു ഡാൻസ് കളിച്ചാലും കുഴപ്പമില്ലല്ലോ. കാരണം 1 hour അവിടുത്തെ പരിപാടി കഴിഞ്ഞില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെയാണ് ഒരു സ്റ്റേജ് വെച്ചിട്ട് ഞാൻ പ്രോഗ്രാം നടത്താറുണ്ടല്ലോ. അപ്പൊ അതാണ്. അപ്പം ഞാനാണോ പറഞ്ഞത്? ഞാനാണോ? പിന്നെ ഇത് ഇപ്പം പറഞ്ഞില്ല നിർത്താരെന്ന്, ഒരു അതിഥിയായിട്ടാണ് വന്നത് അലിൻ ജോസ്. ഇത്രയും ദിവസം പറയാത്ത കാര്യം, ഒരു അതിഥിയാണ്. നമ്മൾ ക്ഷണിച്ചിട്ട് അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ആളാണ്. അത് ചടങ്ങ് കഴിഞ്ഞു. അവൻ വന്നു, പൂവും വെച്ചിട്ടാണ് അവൻ. അതെല്ലാം കഴിഞ്ഞ് വേറെ സംസാരമല്ല, വർക്കിനെ പറ്റി സംസാരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് പോവാണ്. എനിക്ക് അവിടെ ഷൗട്ട് ചെയ്ത് അവനെ ചിലപ്പോൾ എല്ലാവരും പറയായിരിക്കും നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് തെറ്റായിട്ട് ഷൗട്ട് ചെയ്ത് ഒരു കാര്യം പ്രസന്റ് ചെയ്യണം എന്നില്ലല്ലോ നമുക്ക്. എങ്കിലും എനിക്ക് എന്റേതായിട്ടുള്ള ശരിയുണ്ട്. അപ്പോ രേണു പറയുന്നത്, രേണു പറഞ്ഞിട്ടല്ല, ഓഫ്കോഴ്സ് രേണു പറഞ്ഞിട്ടല്ല, ഒരു ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പൊ തികച്ചും ആ ഗസ്റ്റിന്റെ തലയിൽ വരേണ്ട ഒരു ചിന്തയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇവിടെ വന്നാൽ കളിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മേ ബി അത് ഓരോരുത്തരുടെ ചിന്താഗതിയായിട്ട് തന്നെ നമുക്ക് കണക്കൊക്കെ പെടുത്താം അല്ലെ. ഇനിയിപ്പം കിച്ചുവിന്റെ ഹോം ടൂർ, അതില് ഈ പറയുന്ന മാതിരി ഒരുപാട് ആൾക്കാർ രേണു ഇല്ലാത്തപ്പോൾ പോയത് ശരിയായില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം പോയതാണ്, അതേപോലെ തന്നെ ട്രോഫിയുടെ കേസ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ കിച്ചുവിന്റെ വീടാണ്, കിച്ചുവിനും ഇളയ മോനും കൊടുത്തിരിക്കുന്ന വീട്ടില് അവർക്ക് രേണുവിന്റെ പെർമിഷന്റെ ആവശ്യമില്ല. എന്തിന് അല്ലെ, വേണമെങ്കിലും വരാം. പക്ഷെ എനിക്ക് അതിനകത്ത് ഹൈലൈറ്റ് തോന്നിയത് ഇപ്പം അത്രയും ട്രോഫി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെയൊക്കെ വീട്ടിൽ ആക്രി സാധനങ്ങൾ എടുത്താണ് ചാക്കിൽ വെക്കുക. അപ്പൊ രേണു അത് സൂക്ഷിച്ചിട്ട് കട്ടലിന്റെ അടിയിൽ കൊണ്ടുവച്ചു. അത് എന്റെ ഒരു മെയിൻ സ്ട്രീം വണ്ണിന്റെ ഇന്റർവ്യൂലൂടെ ഞാൻ കാണിച്ചായിരുന്നു. ആ ചാക്ക് കണ്ടായിരുന്നു. അത് വെറും അഴുക്കൊരു ചാക്കല്ല. അതിനകത്ത് ഈശോയുടെ രൂപം സൂചിച്ചാണ് കിട്ടി. ഈശോയുടെ രൂപം വരെ നമ്മുടെ ആ സുധീലയത്തിന് കിട്ടി. ഈശോയുടെ രൂപം വരെ അതിനകത്തുണ്ട്. ഞാനത് പറഞ്ഞു നമുക്കൊരു ഷെൽഫ് ഒക്കെ പണിതിട്ട് നമുക്ക് അതെല്ലാം ഇടയില്ല ഇവിടെ. പിന്നെ അതുകൊണ്ടാണ് എന്റെ റൂമിൽ ഞാനത് കുപ്പത്തൊട്ടിന്ന് ആ പിള്ളേരത് അടുക്കളയിൽ ഒരു മൂലയിൽ നിന്ന് എടുത്തോണ്ട് വന്ന കണ്ടാൽ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. അപ്പൊ എന്റെ കട്ടിലിന്റെ അടിയിലും രേണുവിന്റെ അതാണ് ഞാൻ പറയാൻ വന്നത്. രേണുവിന്റെ ട്രോഫി, രേണുവിന് 5-8 ട്രോഫിയെ കിട്ടിയിട്ടുള്ളൂ. ശരി, സമ്മതിച്ചു. അത് അത്രയും പ്രഷ്യസ് ആണ്. അതെ, പ്രഷ്യസിന്റെ അല്ല, 5-8 ട്രോഫിയെ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ കാരണമാണ് പറയുന്നത്. ഞാൻ ഈ ഷൂട്ടിന് പോയിട്ട് ബാഗിനകത്ത് ഇതിട്ടുകൊണ്ടാണ് വരണത്. അതായത് ഷൂട്ടിന് പോകുമ്പോഴായിരുന്നു ഇതിൽ കിട്ടുന്നത്. എടുത്തു വന്നിട്ട് ബാഗ് തുറന്ന്, അപ്പൊ അതായത് ഞാൻ ചെയ്യുന്നത് എന്റേതായിട്ടുള്ള ശരികളാണ്, പുറമേ നിന്ന് കാണുന്നത് അത് ചില തെറ്റുകളായിട്ട് ഇങ്ങനെ പരിണമിക്കുന്നത്. ഇത് കേൾക്കൂ, ഞാനത് തിണ്ണായി വന്നിട്ട് ബാഗ് ഇടും. നമുക്ക് ഓരോരുത്തർ ശീലം. ഇപ്പൊ സ്കൂളിൽ വിട്ടു വന്നാൽ നമ്മൾ തിണ്ണയിലോട്ടാ ബാഗ് ഇട്ടിട്ട് തുറന്നിട്ട് അവിടെ അങ്ങ് വെച്ചിട്ട് മാറും. അല്ലാതെ അത് മാത്രം അടുക്കി വെച്ചതല്ല. അപ്പോ ഈ ഇളയ കുട്ടി എന്ന് പറയുന്ന ഇത് നശിപ്പിക്കില്ല, ആ ട്രോഫി എടുക്കില്ല. അത് നശിപ്പിച്ചാലും വിഷയമല്ലല്ലോ, എനിക്ക് വിഷയമല്ല. കാരണം സുധിച്ചേണ്ട അങ്ങനെയല്ല. ഓക്കെ. അപ്പൊ അത്യാവശ്യം ഞാനും വീട് ഡയറക്റ്റ് കണ്ടില്ലേലും കണ്ടതിൽ വെച്ച് വീഡിയോസ് പുറത്തുനിന്ന് നോക്കുമ്പോഴും ഒക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലവും സംഭവം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ ഒരു വീട്ടില് അലമാരയില്ല. അലമാരിയിൽ ഒരേ ഒരു അലമാരി, ഒരു ചെറിയ 6000 രൂപയ്ക്ക് മേടിച്ച ഒരു അലമാരിയുള്ള, അതിനകത്ത് എന്റെയും സുധിച്ചേന്റെ സാധനങ്ങളെല്ലാം കുത്തി നിറച്ച് വെച്ചപ്പോൾ അതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ താഴെ വീഴും. അതുപോലെ കുഞ്ഞിന്റെയും തുണി. ഞങ്ങൾക്ക് അലമാരി ഇല്ല, ഒരു ഗിഫ്റ്റ് കിട്ടിയ അലമാരി. അതിന്റെ മുകളിൽ ആ ട്രോഫി എല്ലാം വെച്ചാൽ തലേ വീഴും. അത് തുറന്നാൽ തന്നെ ഇളകി വീഴും. ഇതാണ് സംഭവിച്ചത്. അതില് ശരിക്കും ഞാൻ അങ്ങനെ കമന്റ്സിലൂടെ പോയി കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ആ വീട്ടിൽ സുധിലയം എന്നാണല്ലോ വീട്. ഇപ്പൊ ഹോം ടൂർ കാണിച്ചപ്പോഴും എല്ലായിടത്തും സുധിച്ചേട്ടന്റെ ഫോട്ടോസും കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊരു വ്യക്തി പറഞ്ഞ ഒരു കമന്റ്, ലൈക്ക് അവിടെ സുധി ചേട്ടന്റെ പ്രസൻസ് ഉണ്ട്, ആ വീട്ടില് പ്രസൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും അതങ്ങനെ ആ വ്യക്തിക്ക് അറിയാമെന്ന് ചോദിച്ചാൽ എന്റെ ഭർത്താവിന്റെ പ്രസൻസ് ഉണ്ട്, അവർക്ക് എങ്ങനെ അറിയാമെന്ന്? അതൊരു കലാകാരനോട് ചിന്തിക്കാമല്ലോ. അപ്പൊ എന്തുകൊണ്ട് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് അവർ പറയുന്നത് ഇത് നമ്മൾ ഡംപ് ചെയ്യില്ലേ, അത് അവര് പറയുന്നത്. അത് ഞാൻ ഡംപ് ചെയ്തല്ല. എന്റെ റൂമിൽ ഞാൻ ഡംപ് ചെയ്യേണ്ട കാര്യമില്ല. എന്റെ റൂമിൽ ഞാൻ കിടക്കുന്ന ബെഡിന്റെ അടിയിലാണ് വെച്ചത് സാധനം. എനിക്കത് മൊണ്ട കയറ്റി വെച്ചാൽ എനിക്ക് കിടക്കാൻ പറ്റുമോ? അത്രയും വലിയ സാധനം മണ്ട കയറ്റി വെച്ചാൽ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. ഒരുപാട് ട്രോഫികൾ വെക്കാൻ ഒരുപാടില്ലടാ, കുറച്ച് അതിനകത്ത് നിറച്ചുള്ള സാധനങ്ങൾ. പിന്നെ സുധീലയത്തിൽ കിട്ടിയ സമ്മാനങ്ങൾ അതെല്ലാം കൂടെ വെച്ചേക്കുന്നത്. കുറെയൊക്കെ എടുത്ത് മുകളിൽ എന്തൊക്കെയോ വേറെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് താഴെ വീഴും, തലേ വീഴും. പിള്ളേരാണെങ്കിലും എന്റെ ആണെങ്കിലും തലേ വീഴും. അപ്പം ഇതറിഞ്ഞ ഉടനെ കുറച്ച് നല്ല ആൾക്കാർ എന്നെ വിളിച്ച്, രേണു എന്നാ വീട്ടിലുള്ള ഞങ്ങൾ അവിടെ വന്നിട്ട് കുറച്ച് സെറ്റ് ചെയ്യാം വീട്ടിൽ ട്രോഫി, സൂചിച്ചേന്റെ ട്രോഫി വെക്കാൻ. അത് ജസ്റ്റ് മറ്റേ വാളിലാണെങ്കിലും ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതല്ലേ വീടിന്റെ തുറന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോകുന്നത്. ജിപ്സമാണ് ചെയ്തത്. അവർ പ്രത്യേകം പറഞ്ഞിട്ട് ആണി അടിക്കാൻ പറ്റും. ഞാൻ എങ്ങനെയാലും അത്
സത്യം പറഞ്ഞാൽ ഇത് സംസാരിച്ച പപ്പ എങ്ങനെയാലും നമുക്കൊരു ഷെൽഫ് ഉണ്ടാക്കാം, നമുക്ക് പറ്റത്തില്ല സ്വന്തമായിട്ട്. സ്ക്രൂ ഒക്കെ ചെയ്താണ് അവർ ചെയ്യേണ്ടത്, അത് അല്ല അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ആ ഇഷ്യൂസ് ഒക്കെ എങ്ങനെ സോർട്ട് ഔട്ട് എല്ലാം കുഴപ്പമില്ല, KSDC വന്നതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ്. എല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ആയിട്ടില്ല, ഒരു പോയിന്റിൽ നിൽക്കുന്നില്ല. ഇനി സംസാരിച്ചു വരുന്നത് സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം ലൈക്ക് ഒരുപാട് ആളുകൾ, ഇപ്പം താജുദ്ദീൻ പത്തനംതിട്ട, അദ്ദേഹത്തിന് അറിയും, അദ്ദേഹം നിങ്ങളുടെ വീടുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഭയങ്കര ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ത്രൂ വീഡിയോസ് തന്നെ നമ്മൾ ഞാനിതൊന്നും കാണുന്നില്ല സത്യമായിട്ട്. ദേവ് പറയുമ്പോഴാണ്, എന്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പറഞ്ഞോളൂ. അപ്പൊ വീഡിയോസ് ഒന്നും നോക്കാറില്ല, ഞാനൊന്നും കാണാറില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. സത്യം. അപ്പൊ ഓരോ ഫ്രണ്ട്സ് വന്ന ഓരോ കാര്യങ്ങൾ ശരി, ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ താജുദ്ദീൻ പത്തനംതിട്ട എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ രേണു സുധി അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ മരണത്തിന് മുമ്പാണെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈവൻ A to Z, അതായത് അവരാണ് നിങ്ങളുടെ വീടിന്റെ ബാക്ക് ബോൺ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് നടത്തുകയും ലൈക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങള്, അതേപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്, അതേപോലെ എല്ലാം ചെയ്തു തന്നിട്ട് ഈവൻ നിങ്ങളെ സഹായിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ മക്കൾ വരെ അദ്ദേഹത്തിന് ചീത്ത പറഞ്ഞു. സഹായത്തില്ല, അത് അവരുടെ വിഷയം. മക്കൾ ചീത്ത പറഞ്ഞു, അപ്പോ ഈ വ്യക്തിയും ഈ പറയുന്നതിൽ, അതായത് അതിനകത്ത് കുറെ എമൗണ്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം വരുന്ന. അപ്പോ ആളുകളുടെ ചോദ്യമാണെങ്കിലും എല്ലാം എവിടേക്കാണ് ഈ പൈസ എല്ലാം പോകുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കുറെ പൈസ കിട്ടി, കോടികൾ കിട്ടി, ഞാൻ എടുത്ത് പൂഴ്ത്തി വെച്ചേക്കുക എന്നാണ് ആളുകൾ പറയുന്നത്. കറക്റ്റ് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം 9-ന്റെ അന്നാണ് പൈസ, സത്യം പറഞ്ഞാൽ ഞാൻ കിച്ചു നോക്കുക പൈസ വരുന്നുണ്ട്. കറക്റ്റ് 75 രൂപ ഉണ്ടായിരുന്നു. ഞാനും കിച്ചു, അപ്പം കിച്ചു എന്നെ ഒരു വോയിസ് കേൾപ്പിച്ചു സുധിച്ചേട്ടൻ്റെ സുധിച്ചേട്ടൻ ഒരു പുതിയ ബൈക്ക് മേടിച്ചു കൊടുത്താണ്, എക്സ്പൾസ് എന്ന് പറഞ്ഞ ബൈക്ക് മോന് മേടിച്ചു കൊടുത്തായിരുന്നു. അത് CC-ക്കാർ കൊണ്ടുപോയി. ഏട്ടൻ മരിക്കുന്നതിന് 2-3 ആഴ്ചയ്ക്ക് മുന്നേ ഏട്ടന് വിഷമമായി. ഞാൻ പറഞ്ഞു സുധിച്ചേട്ടൻ വിഷമിക്കണം, നമുക്ക് അടുത്ത പൈസ കിട്ടുന്നതാണ് മേടിച്ചു. രണ്ടുപേർക്കും വിഷമമായിരുന്നു, കിച്ചുവിന് വിഷമം. അപ്പം ഇതുവരെ കേൾപ്പിക്കാത്തൊരു വോയിസ് സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കിച്ചു എന്നെ കേൾപ്പിക്കുക, അമ്മ അച്ഛൻ്റെ വോയിസ് കേൾക്കും. ഞാൻ കേട്ടപ്പോഴത്തേനും മക്കളെ, അച്ഛൻ അടുത്ത 2-ാം തീയതി സാലറി കിട്ടുമ്പോൾ എൻ്റെ മോന് ബൈക്ക് മേടിച്ച് തരാം, എങ്ങനെയും മേടിച്ച് തരാം. ഇതെനിക്ക് തകർന്നു പോയി. കാരണം മരിച്ചതിന് ശേഷമാണ് ഞാനിത് കേൾക്കണം, അവൻ്റെ ഫോണിൽ കേൾക്കണം. ഞാൻ പറഞ്ഞു കിച്ചു വേഗം വാ. അപ്പം ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അവർ ഒരു ഫ്രണ്ടിന് രണ്ടും നോക്കി ഒരു 69 രൂപ തോന്നുന്നു ബൈക്ക്, സെക്കൻഡ് ബൈക്ക്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ ബൈക്ക്, മഞ്ഞ കളറിൽ. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല, ബൈക്കിൻ്റെ പേരൊന്നും അറിയില്ല. ബൈക്ക് ഞാൻ മേടിച്ചു കൊടുത്ത്, ബാക്കി പൈസ എന്താണെന്ന് അറിയത്തില്ല, ചിലവ് കാര്യങ്ങൾ. അല്ലാതെ അതിനകത്തൊന്നും 1 രൂപ എടുത്ത് രേണു സുധി പൂഴ്ത്തി വെച്ചിട്ടില്ല. സുധിച്ചേട്ടൻ്റെ മകന് തന്നെ, മക്കൾക്ക് തന്നെ കൊടുത്തു. അതായത് ആ വന്ന എമൗണ്ടിൽ നിന്ന് നേരെ ഈ ഒരു വോയിസ് കേട്ടതിന്റെ ഭാഗമായിട്ട് അതാണ് ഇവർ ഈ പറയുന്ന കോടികളുടെ തുക. നിങ്ങൾ അപ്പോ ഇൻഷുറൻസ് ക്ലെയിം ആരാ ഇത് പറഞ്ഞ? ഇൻഷുറൻസ് താജുദ്ദീനാണോ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് തരുന്നത്? എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ്. എമൗണ്ട്, ഈ പൈസകളൊക്കെ എവിടെ പോകുന്നു? ഓക്കെ, ഇയാൾ ആരാ? എന്റെ തന്തയാണോ താജുദ്ദീൻ? അല്ലല്ലോ, താജുദ്ദീൻ തന്തയൊന്നും അല്ല. ഇനി ഒരു കാര്യം, ഇയാളെ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ? പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത്? എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം? താനാണോ എനിക്ക് തന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ക്ലെയിമിന്റെ ഇത് നടക്കുന്നത് എന്ത് വേദനപ്പെട്ടിട്ടായിരിക്കും ഞങ്ങൾ ആ പൈസ മേടിക്കുന്നത്? സുധിച്ചേട്ടൻ്റെ ജീവൻ ബലി കൊടുത്ത പൈസയായിരിക്കും അത്, അല്ലേ? അത് എനിക്ക് പൂഴ്ത്തിയെടുത്ത് തിന്നാനുള്ളതല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. സുധിച്ചേട്ടൻ്റെ അമ്മയ്ക്കൊരു ഭാഗമുണ്ട് നിയമപരമായിട്ട്, സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ കിച്ചുവിനുണ്ട്, ഇളയ കുഞ്ഞിനുണ്ട്. ആ ഇളയ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് മൈനറാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതാണ് നമ്മൾ അറിയുന്നത്. കേസ് നടന്നുകൊണ്ട് പിന്നെയുള്ള ഭാഗം സുധിച്ചേട്ടൻ്റെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എനിക്ക്, അതാണ് കേസ് നടക്കുന്നത്. അപ്പം ഈ ഒരു കേസ് നടക്കുന്നില്ലാതെ അതിനെപ്പറ്റി ഒരു പൈസയും ഞങ്ങൾക്ക് കിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഇയാളെ എനിക്ക് എങ്ങനെ അറിയുന്നത്? നിങ്ങളുടെ അടുത്ത് ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇയാളെ അറിയുന്നത് ഞാനും സുധിച്ചേട്ടനും ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോയിൽ പൊക്കോണ്ടിരിക്കുക, കുഞ്ഞു കയ്യിലുണ്ട് സുധിച്ചേട്ടൻ. ഫ്രണ്ടിൽ ഒരു കാർ പോയപ്പോൾ ബാബുട്ടെ ഇത് പഴയ ഒരു കലാകാരൻ, ഇപ്പം വിളിക്കാൻ മക്കളെന്ന് ഇയാളെ വിളിച്ചു. ഇയാൾ വണ്ടി നിർത്താൻ പറഞ്ഞു, എന്നെ പരിചയപ്പെട്ടു, കുഞ്ഞിനെ പരിചയപ്പെട്ടു. എന്നിട്ട് ഇയാൾ പറഞ്ഞ വർത്താനം, അയ്യോ മോളെ നീ സുധിക്ക് നല്ലൊരു ജീവിതം കൊടുത്തില്ല, മിടുക്കിയാ കേട്ടോ, നീ സന്തോഷമായിട്ടിരിക്കും, സുധിയുടെ ലൈഫൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ലൈഫാണ്, നീ നന്നായിട്ടിരിക്കും, കുഞ്ഞിനെ കാണിച്ചിട്ട് അയാളുടെ നമ്പർ മേടിച്ചല്ലോ പോയി. ആ സമയത്താണ് ലോക്ക്ഡൗൺ ടൈം വരുന്നതും പ്രശ്നങ്ങളുണ്ടാകും. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്. അന്ന് ഇയാളുടെ അടുത്ത് എന്താ പറയുക, സുധിച്ചേട്ടൻ സംസാരിച്ചാൽ ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് ഞാൻ അയാളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സുധിച്ചേട്ടൻ്റെ മരണമെല്ലാം കഴിഞ്ഞിട്ട് അനുസ്മരണം വന്നു. അന്നാണ് പിന്നെയും പുള്ളിയും കുറേ ആൾക്കാർ വന്ന് എൻ്റെ അമ്മയുടെ കാക്കമ്മയുടെ കുറേ വീഡിയോസ് എല്ലാം എടുത്ത് പുള്ളിയുടെ യൂട്യൂബിലിട്ട് അയാൾ പൈസ മേടിച്ചെന്ന് തോന്നുന്നു. അതുപോലെ എൻ്റെ അടുത്ത് മോളെ കിച്ചുവിൻ്റെ കുറ്റം ഞാൻ പറഞ്ഞു, ഇയാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മോളെ അവൻ ശരിയല്ല കേട്ടോ, അവനെ സൂക്ഷിച്ചോണം, അവൻ പൈസ മേടിക്കും, ഇതാന്നൊക്കെ ഇയാൾ പറഞ്ഞു. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല ആരുടെ മുന്നിൽ. ഈ ഫോണിനകത്ത് ഇയാളുടെ തെളിവുണ്ട്, ഇയാൾ നേരിട്ട് പറഞ്ഞല്ലേ, ഞാൻ എന്നിട്ട് ഒന്നും വേണ്ടത്. ഇയാൾ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയത്തില്ല. ഇയാൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിച്ചുവിൻ്റെ. അപ്പൊ എന്നോട് മാത്രമല്ല പല ആളുകളോടും അയാൾ പറയുന്നുണ്ടായിരുന്നു. ഇയാൾ ഇത്ര ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഇയാൾ ആരാ? ഞാൻ പറയട്ടെ, KSDCയിൽ അവർ പറഞ്ഞു ഓക്കെ ശരി, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതെ, നമ്മൾ തിരിച്ചു പറഞ്ഞാൽ അവരത് കംപ്ലൈന്റും ഓക്കെ ആക്കി പരിഹാരം.
ഇയാൾ എന്തിനാണ് എന്നെ ആവശ്യമില്ലാത്ത പറയുന്നത്? അദ്ദേഹം സുധിച്ചേട്ടനെ പറയുന്നു, മരിച്ചുപോയ സുധിച്ചേട്ടനെ പറയുന്നു, മൂത്ത മകനെ പറയുന്നു. ഇയാൾക്ക് എന്താ അവകാശം? ഇയാളെ പറ്റി ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? ഒരു സാറ് എന്നെ വിളിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? ഇയാൾ കള്ളത്തരം പറഞ്ഞ ആ ജോലിയിൽ കയറിയെന്നാണ്. എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ദേവു. എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിനുള്ള ജോലി അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അതിന്റെ സത്യാവസ്ഥ ഞാൻ സത്യം അറിയാതെ പറയാത്തതാണ്. എന്നോട് ഒരാൾ പറഞ്ഞതാണിത്. കള്ളത്തരം എന്തോ കാണിച്ചിട്ടാണ് അത് ഞാൻ പറയും. കാരണം എന്നെ ഇതുപോലെ നിരന്തരം ഉപദ്രവിക്കുവാന്ന് ഞാൻ അറിയുന്നത് പിന്നീടാണ്. ഇയാളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു? ഇല്ലല്ലോ. അതുപോലെ ഡിസംബർ മാസത്തെ ഒരു ദിവസം ഇയാളെ വിളിച്ച് ലാസ്റ്റ് എന്നോടല്ല സംസാരിക്കും. പപ്പായോടാണ് ഏറ്റവും കൂടുതൽ പുള്ളി ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്, എന്നോടല്ല സംസാരിച്ചത്. എന്നെ ഇടയ്ക്ക് വിളിച്ച് എന്തെങ്കിലും അവർക്കെതിരെ കേസ് കൊടുക്കണം കേട്ടോ, നമുക്ക് അവകാശ കമ്മീഷൻ ആൾക്കാരൊക്കെ ഉണ്ട്, രേണു നിന്നെ എതിർക്കുന്നവരുടെ അടുത്ത് കേസ് കൊടുക്കണം, കേസ്. ഇയാൾ നിരന്തരം പറഞ്ഞിട്ട് ഇപ്പൊ ഇയാൾ എന്നതാ കാണിക്കുന്നത്? ഈ താജുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ എന്തുവാ കാണിക്കുന്നത്? തോണ്ടി പിടിക്കാൻ ഞാൻ ചെന്നോ? അതിന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, അത്രയും സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് അതേപോലെ പറയുന്ന കാര്യമുണ്ട്. അപ്പൊ ഞാൻ എന്താണ് അയാളെ ചെയ്തത്? രേണു അല്ല, രേണുവിന്റെ പപ്പ പറയുന്നുണ്ട്. സാറെന്നാണ് വിളിച്ചിരുന്നത് രേണുവിന്റെ പപ്പ. പക്ഷെ ഇപ്പൊ താൻ പോടോ ആ ഒരു രീതിയിലാണ് ഇത്രയും ഹെൽപ്പ് ചെയ്ത വ്യക്തിയെ എന്ത് ഹെൽപ്പ് ചെയ്തത്? അയാൾ പറഞ്ഞു എന്താ പറഞ്ഞ അയാള് മരണ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം അത് അയാളുടെ ജോലിയാണ്, ജോലിയുടെ ഭാഗമാണ്. ഹെൽപ്പ് ചെയ്തെന്ന് അയാളെ തള്ളിക്കളഞ്ഞൊന്നും ഇല്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞ ഫോണിൽ സംസാരിച്ചിട്ടില്ല നേരെ. ഇയാൾ സംസാരിച്ചിട്ടുള്ളത് ആ പഴയ വീട്ടിൽ അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ ഇങ്ങനെ അവരുടെ ഇങ്ങനെ പറയണം അങ്ങനെ പറയണം അല്ലാതെ. ഇയാൾ എന്നിട്ട് കിച്ചുവിനെ ഫോൺ വിളിച്ച് എന്ത് മര്യാദക്കാ സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇതല്ലേ ഇയാൾ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ ഈ എല്ലാത്തിന്റെ ലക്ഷ്യം, കുറച്ച് ആൾക്കാരുടെ ലക്ഷ്യം എന്നെയും കിച്ചുവിനെ വേർപിരിക്കാനാണ്. നടക്കത്തില്ല. കാരണം കിച്ചുവിന് എന്നെ അറിയാം, എനിക്ക് കിച്ചുവിനെ അറിയാം. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട്, അമ്മ മകൻ എന്ന ബോണ്ട്, ഞങ്ങളുടെ സുധിച്ചേട്ടൻ ഞങ്ങൾക്ക് ഒരു നടുക്കുണ്ടായ ഞങ്ങളുടെ സുധിച്ചേട്ടനാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ച അമ്മ മകൻ. ആ ഒരു ആത്മാവ് ഉള്ളിടത്തോളം കാലം, അല്ലെ അതിനൊരു ശക്തി ഉള്ളിടത്തോളം കാലം ഞങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എന്ത് പറഞ്ഞോട്ടെ, ഹോം ടൂർ നടത്തി ഈ വിഷയങ്ങളൊക്കെ നടന്നു. അല്ല, ഒരു കാര്യം കൂടെ, ഡിസംബർ മാസം ഒരു പ്രാവശ്യം ഈ പുള്ളി അവസാനമായിട്ട് എന്നെ വിളിക്കുന്ന ഞാൻ സത്യം പറഞ്ഞാൽ ആരുടെ അടുത്ത് ഫോണിൽ അധികം ഇയാൾ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേര് സഹിതം പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. എന്തിനാണ് എന്നെ പറ്റി എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പിന്നെ എന്നോട് പല ആൾക്കാരും, ഇന്നലെ ഒരു കൂട്ടർ സൂചിച്ചേട്ട കൂട്ടുകാർ, രേണു മരിച്ചുപോയ സുധിയെ പറ്റിയും നിന്നെ പറ്റിയും സുധിയുടെ മൂത്തമാനെ പറ്റിയാ താജുദ്ദീൻ പറയുന്നത്, നീ ഇത് വിലക്കിക്കോണം, നീ എന്താണ് മിണ്ടായിരിക്കുന്നത്? എന്നോട് ഇന്നലെ ഒരു സിനിമാക്കാർ വിളിച്ചു, അതായത് സൂചിച്ചാന്റെ ഫ്രണ്ട്സ്, സിനിമയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല, സൂചിച്ചാന്റെ സഹപ്രവർത്തക ഒരു ഫ്രണ്ടാന്നാ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, കേട്ടില്ലാത്ത ആളാ, കൊല്ലംകാരാണെന്നാ പറഞ്ഞത്. അവരെന്നെ വിളിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുക പുള്ളി. നീ ഒരു ഭാര്യയല്ലേ, മരിച്ചുപോയ ഭർത്താവ് 2 വർഷം മരിച്ചിട്ട്, അദ്ദേഹത്തിന് എനിക്കൊന്ന് പൂജ ചെയ്ത് ഇരുത്തിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അങ്ങനെ ഉണ്ടല്ലോ ഹിന്ദു പ്രകാരം. അതുപോലെ ചെയ്യാത്തൊരു ആത്മാവിനെ എന്തിനിങ്ങനെ പറയുന്നത്? നിനക്ക് പ്രതികരിക്കാൻ മേലെ? നീ എന്ത് തെറ്റ് ചെയ്തട്ടാ? സുധി എന്ത് തെറ്റ് ചെയ്തട്ടാ? മകൻ എന്ത് നിങ്ങളെ തെറ്റിക്കാൻ നോക്കുന്നത്? എന്നോട് ഇന്നലെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അതുപോലെ ഡിസംബറിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു, നിന്റെ സ്റ്റാറ്റസ് കണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് സ്റ്റാറ്റസ് ഇക്കാന്നാ വിളിക്കണേ? എന്ത് സ്റ്റാറ്റസ് അയക്കാ? നീ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചില്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, അതെന്താ പുള്ളി അങ്ങനെ ചോദിച്ചാൽ? അപ്പൊ വിധവ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മക്കളുടെ സന്തോഷത്തിനോ ഒരു പടക്കം പൊട്ടിക്കാനോ കല്യാണത്തിന് പോകാനോ ഒന്നും പറ്റത്തില്ലെന്നാണോ പുള്ളി പറഞ്ഞത്? പുള്ളി അന്ന് നേരത്തെയൊക്കെ എന്നോട് പറഞ്ഞു എല്ലാം മുന്നേ നിർത്തണം, മുൻപ് ഈ വീടിന്റെ വിഷയം വന്നപ്പോഴാണ് പുള്ളി നേരെ തിരിഞ്ഞത്. അതെന്താണ് കാരണം? എനിക്കറിയത്തില്ല. അയാൾ ഈ വീഡിയോ എടുത്ത് ഇന്റർവ്യൂ കൊടുക്കുന്നത്, അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ള വോയിസ് ഉണ്ടെന്നേ. ഇന്നലെ ഈ 2 കൂട്ടരും എന്നെ വിളിച്ചു, പുള്ളിയുടെ ജോലിയുടെ കാര്യത്തിന്റെ പുള്ളി കള്ളത്തരം എന്തോ ചെയ്താണ് കാണിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ ഞാനല്ല ഇത് പറഞ്ഞത്, എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞാണ്. എനിക്ക് ആരെ എന്താണെന്നൊന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അതുപോലെ വേറൊരാൾ വിളിച്ച് പറഞ്ഞത് സുധിയെ, മരിച്ചുപോയ സുധിയുടെ ഭാര്യനെ, കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ഇയാൾ പറയുന്നത്? എന്ത് കാരണം കൊണ്ട്? അതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പൊ കിച്ചുവിന്റെ ബോണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ പല ആൾക്കാരും ഈവൻ ചോദിക്കുന്ന സംഭവം, അപ്പൊ കിച്ചു ഹോം ടൂർ ചെയ്തു ആ സംഭവങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ഈവൻ കിച്ചും ഇപ്പൊ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയാം. സോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട് അങ്ങനെ വരും, അഥവാ ഔട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലും അത് ഡോണ്ട് കെയർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുവരെ ഈ ഒരു മൊമെന്റ് വരെ കിച്ചു വന്നിട്ട് അത് ലൈക്ക് ആ വീട് ആ കിച്ചുവിന്റെയും മോന്റെയും വീട് അത് നിങ്ങളുടെ തന്നെയാണ്, അല്ലെങ്കിൽ അത് അവിടെ കിച്ചു എന്തുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ട് താമസിക്കുന്നില്ല, അല്ലെങ്കിൽ എവിടെയാണ് കിച്ചു ആക്ച്വലി താമസിക്കുന്നത്? അപ്പൊ അവിടെ ഒരിക്കലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, എനിക്കും അമ്മ, അതായത് രേണുവായിട്ടും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഒരു പോസ്റ്റോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അവന്റെ അടുത്ത്. അത് അവന്റെ ഇഷ്ടമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തിനാണ് നിർബന്ധിക്കുന്നത്? കിച്ചുവിന് തോന്നുവാണ് അത് ചെയ്യട്ടെ, ഇടട്ടെ. ഞാൻ ബോണ്ട് എവിടെയും കണ്ടില്ല. ഇന്ന് ദേവന്റെ മുന്നിലല്ലേ അവൻ എന്നെ വിളിച്ചത്. ഒരു ബോണ്ടും ഇല്ലാത്ത ഒരു പിണക്കമുള്ള ആൾ എങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്? ഒരു മകൻ എങ്ങനെയാണ് അമ്മയെ വിളിക്കുന്നത്? അപ്പൊ എവിടെയാണ് ആക്ച്വലി ഇപ്പൊ താമസിക്കുന്നത്? കൊല്ലത്താണ് താമസിക്കുന്നത്. നമ്മൾ ആരും ഇറക്കി വിട്ടതല്ല. അവൻ പഠിക്കുന്നതിന്റെ ബന്ധപ്പെട്ട് അവൻ എവിടെയാണ് താമസിക്കുന്നത്? അവന്റെ അച്ഛന്റെ വീട്ടില്. അവൻ ജനിച്ചപ്പോ തൊട്ട് അവിടെയായിരുന്നു. 12ാമത്തെ 13ാമത്തെ വയസ്സ് തൊട്ടാണ് എന്റെ കയ്യിൽ കിട്ടുന്നത്. അതുവരെ അവൻ അവരുടെ വീട്ടിലായിരുന്നു.
ഉത്തരവാദിത്തപ്പെട്ടവരിൽ അവരായിട്ട് അറ്റാച്ച് ആയിട്ട് പിന്നെ അവിടെ തന്നെ അങ്ങ് അവൻ അവിടെ വളർന്ന കുട്ടിയല്ലേ. ഇളയ മോനായിട്ടും ഭയങ്കര കമ്പനിയാണ്. ഇളയ മോനെ മാസത്തെ ഒരിക്കൽ വന്ന് കാണുമ്പോൾ അവര് ചേട്ടൻ ഒരു രക്തമല്ലേ, ഭയങ്കര കമ്പനിയാണ്. ഇനിയിപ്പോ ഈ സംസാരത്തിന്റെ ഇടയിൽ എടുത്തു പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അങ്ങനെ ആരും എടുത്തു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിയമപരമായിട്ടുള്ള ഭാര്യ. തീർച്ചയായിട്ടും അതെന്തിനാണ് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയണം. കാരണം പല ആരോപണങ്ങൾക്ക് മുന്നേ ഞാൻ നിൽക്കുകയാണ്. സോ എനിക്കത് പറയണം. കാരണം ഈ എന്റെ കയ്യിലിരിക്കുന്ന 2017 മെയ് മാസത്തിൽ 7-ാം തീയതി എന്നെ വിവാഹം ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് ഇത് ഈ കാണുന്ന പ്രേക്ഷകർ ഒരാൾ വന്നെങ്കിലും ഇത് പ്രൂവ് ചെയ്ത് ഇത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഇവർ പറയുന്ന ജോലി ഞാൻ ചെയ്യും. ആക്ച്വലി ഒരു ഫ്ലവേഴ്സിൽ തന്നെ സുധിച്ചേട്ടൻ പറയുന്നുണ്ട് ആദ്യത്തെ ഭാര്യയുടെ കാര്യം, ഇതെന്റെ സെക്കൻഡ് വൈഫാണ്. സെക്കൻഡ് വൈഫാണ് വാവുണ്ണാന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യം, ലൈക്ക് രേണു പല സിറ്റുവേഷനിലും പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ ശരിയുണ്ട്, ഞാൻ എൻ്റെ ലൈഫ് ഞാൻ ജീവിക്കും. അപ്പോൾ പലയിടത്തും ഒരു ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിൻ്റെ രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എന്തിനാണ് ഒരു വൈഫ് അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യ എന്നുള്ള രീതിയിൽ സൊസൈറ്റിയിൽ എന്തിനാണ് ഒരു പ്രൂഫായിട്ട് ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് കാണിക്കേണ്ട കാര്യം? ആരോപണങ്ങൾ വരുന്നതുകൊണ്ട്, കള്ളത്തരമാണെന്ന് പറയുന്നതുകൊണ്ട്. കള്ളത്തരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ കള്ളത്തരല്ലേ പൊളിക്കാൻ നോക്കേണ്ടത്? എന്തിനാണ് നമ്മൾ എന്തിനാണ് അവർ ആ വിഷയം പോലും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ദൈവം എന്നോട് ആദ്യമായിട്ടാണ് ഇത് ചോദിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആ പേര് പോലും പറയാൻ താല്പര്യമില്ലാത്ത കാര്യം. എന്തിനാണ് ഞാൻ പറയുന്നത്? ഒരു വോയിസിൽ ഒരു വീഡിയോയിൽ പോലും ഞാൻ അവരുടെ പേര് പോലും പറയുന്നത്. എന്റെ പേരാണ് എടുത്തിട്ട് പറയുന്നത്, എന്നെ പറ്റിയാണ് വൃത്തികേട് പറയുന്നത്. ഇതൊന്നും ഞാൻ കാണില്ല. ഒരൊറ്റ വീഡിയോ ഞാൻ കണ്ടില്ലേലും എന്നോട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അവർക്കറിയാം ഞാൻ ഇതൊന്നും പക്ഷെ ഇങ്ങനെയാണ് സംസാരിക്കും. ദൈവം കണ്ടു കാണുമല്ലോ, കേട്ട് കാണുമല്ലോ. എനിക്കത് സംസാരിക്കാൻ താല്പര്യം. പിന്നെ എനിക്ക് എന്റേതായുള്ള ശരിയുണ്ട്, സത്യം. പലരും പറയുമ്പോൾ കള്ളത്തരം ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണല്ലോ ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ച ഒരു സർട്ടിഫിക്കറ്റ് വെറുതെ ഇട്ടു. രജിസ്റ്റർ മാരേജ് നിങ്ങൾ വന്ന് അന്വേഷിച്ചാൽ തെങ്ങണ സബ് രജിസ്റ്റർ ഓഫീസിലാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. അതെങ്ങനെ കള്ള സർട്ടിഫിക്കറ്റ് ആവും? ഇപ്പോഴും എൻ്റെ ഇരിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അതാ പറഞ്ഞ ഏത് വിവരമുള്ളവരും എൻ്റെ വീട്ടിൽ വരിക, ഞാൻ എടുത്ത് കാണിക്കും. കാരണം കാണിക്കേണ്ട അവസ്ഥ വന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ലേഡിയുടെ വോയിസ് മാത്രമാണ് പുറത്തോട്ട് വന്നത്. അതിനുശേഷം 2 ദിവസം ഫേസ് വരുന്നതും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഈവൻ ഒരു സെക്സ് ചാറ്റ് വരെ എടുത്ത് സൈഡിൽ വെച്ചിട്ട് അതായത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെയും സുധിയുടെ ഭാര്യയായ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെയും കൊല്ലം സുധിച്ചേട്ടന്റെയും സുധിയുടെ വൈഫായിരുന്ന രേണു സുധിയുടെ സെക്സ് ചാറ്റ് ആണോ അവര് പുറത്ത് വരുത്തിയത് വന്നത്? ഓക്കെ ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊല്ലം സുധിയുടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ആളുടെ കൂടെ കിടന്നിട്ട് ഒരു കുഞ്ഞെനിക്കുണ്ടായല്ലോ. ഇനിയിപ്പം ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ, എനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല, ഒന്നുമില്ല. കാരണം കൊല്ലം സുധിയുടെ കൂടെ അല്ലേ, എനിക്ക് വിഷയമല്ല. അതായത് ഈ വ്യക്തിയുമായിട്ട് പക്ഷേ ഈ സമയത്താണ്, അതെനിക്കറിയില്ല ഏത് വർഷമാണത്. ഞാൻ അവര് പറയുന്ന ഒരു വർഷം ഞാൻ കേട്ടായിരുന്നു, 2013. ഞാൻ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ. എന്ത് വന്നാലും ഞാൻ ഈ ഒരു വ്യക്തി 2013 എന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം സുധിയെ എനിക്ക് അറിയില്ലായിരുന്നു സുധിച്ചേട്ടനെ. ഞാൻ 2017 ആദ്യമായിട്ട് സുധിച്ചേട്ടനെ കാണുന്നത് പരിചയപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ 2013 കണക്ക് പറയുന്നത്? എനിക്കറിയാം. ഈ വീഡിയോസും മറ്റും ഒന്നും കാണാത്ത രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പർട്ടിക്കുലർ ഇയറും കാര്യങ്ങളും പറഞ്ഞു, അതും ഫ്രണ്ട്സ് വന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ കാണാറില്ല. എന്റെ അമ്മ സത്യം, സുധിച്ചേട്ടനാണ് സത്യം, ഞാൻ കാണാറില്ല. അതായത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ. അതാണ് ഞാൻ ചോദിക്കാൻ, വൈഫാണെന്ന് പറയുന്ന വ്യക്തി ഈവൻ ഇപ്പോ അത് ക്ലിയർ ചെയ്യാനോ പ്രൂവ് ചെയ്യാനോ ഒന്നും ഇദ്ദേഹം ഇല്ല, ഈ ലോകത്തിലേ ഇല്ല. അതെ. അപ്പോ ആ ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ട് രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് മോശമായ രീതിയിൽ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചിട്ടുണ്ട് ഭാഗമായിട്ട് ഞാൻ വലിച്ചിട്ട് വന്ന് സംസാരിക്കുന്നത്. ഞാൻ ആ പേര് പോലും അങ്ങ് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് മോശമായി? എന്റെ പേരാണ്, എന്റെ സെക്സ് ചാറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാനും എതിരായിട്ട് എന്തെങ്കിലും പരാതി കൊടുത്താലോ? എന്റെ പേരാണ് എടുത്ത് പറയുന്നത്. ഓൾറെഡി റിലേഷൻ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒരു സെക്സ് ചാറ്റ് കൊടുക്കുമ്പോൾ എനിക്കറിയാം അത് തെറ്റാവുമല്ലോ. ഞാൻ ഓൾറെഡി റിലേഷൻ പുള്ളിയുടെ വൈഫ് ഉള്ളപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പുള്ളിയെടുത്ത് ബെസ്റ്റ് സെക്സ് ചാറ്റ് പോലും സുധിച്ചേട്ടൻ. അപ്പൊ പുള്ളിയുടെ വൈഫ് എന്ന് പറയുമ്പോൾ അവിടെ അഗെയിൻ കൺഫ്യൂഷൻ വരുന്നത്, ഇപ്പൊ ആദ്യം കല്യാണം കഴിച്ച സ്ത്രീ സൂസൈഡ് ചെയ്തു, അങ്ങനെ രീതിയിലാണ്. ആ ഒരു 5 വർഷം. അപ്പോ അത് കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഞാൻ വന്നപ്പോൾ സുധിച്ചേട്ടന്റെ ഒരു മോനെ ഉള്ളായിരുന്നു, സൂചേട്ടനും ഉണ്ടായിരുന്നു, വീട്ടുകാർക്കും അറിയാം. ഞാൻ ഏതായാലും ഒരു ഭാര്യയുള്ള നിയമപരമായിട്ട് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ കെട്ടാൻ പറ്റുമോ? നിയമപരമായിട്ട് അതിന് ശേഷം കെട്ടാം, എന്തായാലും ആകട്ടെ. എനിക്കതിന് സൂചിച്ചാണ്ട് എന്റെ പാസ്റ്റിനെ പറ്റി അധികം ചെകഞ്ഞിട്ടില്ല. ഞാൻ ആളുടെ പാസ്റ്റിനെ പറ്റി ചെകഞ്ഞിട്ടില്ല. ആള് ഞാൻ ചോദിക്കട്ടെ, ഇവരെ പറ്റി എന്നോട് ചോദിക്കുന്നതൊക്കെ കൂടുതൽ അറിയാവുന്ന ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്കായിരിക്കും സൂചിച്ചാണ്ടിനെ. ആകെ അറിയാവുന്ന ആള് മരിച്ചുപോയി. ഇനി ജീവിതത്തിൽ കാണാത്തവരെ പറ്റി ഞാൻ എങ്ങനെ പറയാ, എങ്ങനെ പ്രതിപാദിക്കുന്നത്? ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല, അവരാണ് എനിക്കെതിരെ പറയുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് ഇനിയിപ്പോ ഇവരെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആള് മരിച്ചുപോയി 2 വർഷമായി. അതെ. ഇനിയിപ്പോ എന്നെ കൊണ്ട് ഏതായാലും
അദ്ദേഹത്തെ പുനർജീവിപ്പിച്ചുകൊണ്ട് കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ അദ്ദേഹം ഉണ്ടാക്കി വെച്ച സ്വത്തുക്കൾ, കോടികളുടെ സ്വത്തുക്കൾ എൻ്റെ തലയിൽ അതൊക്കെ അടിച്ചു മാറ്റാനാണ് ഞാൻ നോക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു കോടികൾ ഉണ്ടാക്കിയിട്ടുമല്ല അദ്ദേഹം പോയത്. അങ്ങനെ കോടികൾ ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് ഈ അലഞ്ഞ് നടന്ന് ഈ ജോലി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. വീട്ടിൽ കുത്തിയിരുന്നാൽ മതിയായിരുന്നു. മനസ്സിലായോ? കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി 100 കോടിയുടെ ആസ്തി ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റാനാണല്ലോ ഞാൻ നിൽക്കുന്നത്. മനസ്സിലായോ? ക്ലെയിമും കിട്ടി ഞാനത് കളഞ്ഞെന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ കോടി 0 ബാലൻസിലാണ് എനിക്ക് ആളെ കിട്ടുന്നത്. അതുപോലെ തന്നെ പോയപ്പോഴും അദ്ദേഹം കയ്യിലൊന്നുമില്ല. നമ്മളൊക്കെ ഓരോരുത്തരുടെ കയ്യിലൊന്നുമില്ലാതാണ് വരുന്നതും പോകുന്നതും. സോ എനിക്ക് വേണ്ടിയിട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാവം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് അദ്ദേഹം എന്താ പറയാ ഒരുപാട് ആഗ്രഹിച്ചാണ് ഉണ്ടാക്കണം ഒരുപാട് പൈസ. അപ്പം ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പറ്റും. അന്നത്തെ പോലെ എന്നോട് വാവട്ട നമുക്ക് മരിക്കുന്നതിന് കുറച്ച് നമുക്ക് വീട് വെക്കണം, വീട് പണിയണം, നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് ഒരു പീക്ക് ടൈം അടിപൊളിയായിട്ട് അങ്ങോട്ട് കയറി വന്നപ്പോഴാണ് മരണം എന്തായാലും ഒരു വിധി പോലെ ആളെ കൊണ്ടുപോയി. ഒന്നും പറ്റിയില്ല. ഞാൻ ഒരിക്കലും തെറ്റാന്ന് പറയുന്നില്ല, പറ്റിയില്ല. അത് അവസ്ഥ, സിറ്റുവേഷൻ. സോ അതുകൊണ്ട് ആ കോടികളുടെ സ്വത്തിന് വേണ്ടിയിട്ടുമല്ല ഞാനിങ്ങനെ നിൽക്കുന്നത്. പിന്നെ എന്താണ് ഞാൻ എന്ത് തെറ്റ് ചെയ്ത്, ഞാൻ എന്താണ് ഇവരോട് ചെയ്യുന്ന തെറ്റ്? ഈ പറയുന്നവരോട് പോട്ടെ, വ്ളോഗേഴ്സാണ്, അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ നെഗറ്റീവ് വ്ളോഗ് ചെയ്യും, എന്തെങ്കിലും ചെയ്തോട്ടെ, റിയാക്ഷൻസ് എടുക്കും. ഇവരോടൊക്കെ ഇവരുടെയൊക്കെ പേര് പോലും ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ പേരും പറയുന്നില്ല, ഇവരുടെ വീട്ടിൽ ഇവരെ നേരിട്ട് കാണുന്ന പോലുമില്ല ഞാൻ. പിന്നെ എന്താണ് ഇവർ ഈ കിടന്ന് പറയുന്നതെന്നാണ് എനിക്ക് അറിയാത്തത്. ഞാൻ സുധിച്ചേട്ടനെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് വന്ന ഒരു പരോളിന് ഇറങ്ങിയ വ്യക്തിയാണ് നിങ്ങൾ ക്രൂശിച്ചോ എന്നെ. ഇതൊന്നും അല്ലല്ലോ. ആക്ച്വലി ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ കമ്പാരിറ്റീവ്ലി എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി വീഡിയോസ് ചെയ്യുന്നു, ആൽബം ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, വർക്കിന്റെ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ അവിടെ വരുന്ന ലൈക്ക് ഇപ്പൊ നെയ്ബേഴ്സ് അടക്കം വരുന്നുണ്ട്. ഇപ്പൊ ഓടിച്ചിട്ട് തല്ലി, ഞാൻ പറയട്ടെ, ഓടിച്ചിട്ട് തല്ലി സംഭവങ്ങൾ കാര്യങ്ങൾ. അതുപോരാതെ എക്സ് ഹസ്ബൻഡ്, അതായത് ബിനു പാസ്റ്റർ എന്ന് പറയുന്ന നമുക്ക് ആ പേര് പറയണ്ട, ഞാൻ പറയത്തില്ല, ആയിക്കോട്ടെ, കാരണം അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഒരു ഫാമിലി ഉള്ളതാണ്, അവരുടെ ഫാമിലി എന്തിനാ നശിപ്പിക്കുക. പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആണ് വന്നിരുന്ന് സംസാരിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഇത്രയും ഒരു പോയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് വരാനുള്ള കാരണം എന്തുകൊണ്ടാണെന്നാണ് രേണുവിന്റെ ഒരു പെർസെപ്ഷൻ? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഒരു പ്രശ്നത്തിനും ആരുടെ അടുത്ത് ഇപ്പം ദേവ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജോലി ചെയ്തു. ഞാൻ ഒരാൾ പോകുന്നതുകൊണ്ടാണ് വീട്ടുകാർ വീട് കഴിയുന്നത്. എനിക്ക് സംസാരിക്കാൻ ഞാൻ മാത്രമല്ല, അത് അഹങ്കാരമല്ല. എനിക്ക് വേറെ ആരും സംസാരിക്കാനില്ല. ഒരു കൂട്ടം നല്ല ജനങ്ങൾ, നല്ല ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്, ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അവരുടെ കുടുംബം വിട്ടിട്ട് 24 മണിക്കൂർ എനിക്ക് വേണ്ടി പ്രതികരിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം എനിക്ക് പ്രതികരിക്കാൻ ഇത് സംസാരിക്കുന്നതിൻ്റെ താഴെ വന്ന് കമന്റ്സ് മുഴുവൻ ഇതായിരിക്കും, അവൾ അഹങ്കാരി. എന്ത് അഹങ്കാരി? ഇപ്പോൾ ഉള്ള ആദ്യ കാലഘട്ടത്തിൽ നിന്നും ആദ്യത്തെ ഒരു ആൽബത്തിന്റെ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കാലഘട്ടത്തിൽ കയറി വരുമ്പോൾ മേ ബി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്തോ സംസാരത്തിൽ ഒരു അഹങ്കാര ചൊവ, അല്ലെങ്കിൽ ഒരു നീയകാരാടാ എന്നുള്ള രീതിയിലുള്ള ഒരു ടോൺ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് അഹങ്കാരമില്ല, എനിക്ക് ബോൾഡ്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സംസാരിക്കാൻ എനിക്കുള്ളിൽ ഒരു ധൈര്യം വേണം. ആ ധൈര്യമാണ് ഇവർ ടൈമിൽ കിട്ടിയത്. അത് പണ്ടേ ഉള്ള ഒരു ക്യാരക്ടറാണോ ഈ മുഖത്തടിച്ച് സംസാരിക്കുന്നത്? ഓൾറെഡി മുഖത്തടിച്ച് സംസാരിക്കാൻ എനിക്ക് ഓൾറെഡി എന്താ പറയാ, തെറ്റാണ് ശരിയാണ് ആരെന്ത് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരു പ്രകൃതി ഓൾറെഡി ഉള്ളത്, പുതിയതായിട്ട് മുളച്ച് വന്നൊന്നും അല്ലടാ. പക്ഷെ എങ്കിൽ പോലും സ്വിച്ച് അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ ആരോട് വഴക്ക് പിടിക്കല്ലടി എന്നൊക്കെ പറയാമെങ്കിൽ പോലും എന്താ ഇപ്പം സുധിച്ചേട്ടൻ്റെ വിയോഗത്തിന് അനുബന്ധിച്ച് ഞാൻ പിന്നെ അറിയാലോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുഭവത്തിലൂടെ തന്നെയാണ് എനിക്ക് ഈ ഒരു ധൈര്യം പിന്നെയും കൂടുതൽ. അതെ അതാണ് ഞാൻ എനിക്കത് പറഞ്ഞ് എങ്ങനെയാണ് മനസ്സിലാക്കണം എന്നറിയില്ല. അപ്പോൾ അയൽപക്കംകാർ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, പഴയ വീടിന്റെ അവിടുത്തെ അയൽപക്കംകാർ, ഇന്ന് അയൽപക്കം ഒന്നുമില്ല, ഇന്നൊരു ഒരൊറ്റ വീടായിട്ടാണ്, അയൽപക്കം ഒന്നുമില്ല. അപ്പം ഈ അവർ പറഞ്ഞെന്ന് പറയും സൂചാനെ ഓടിച്ചിട്ട് സൂചാനെ തിരിച്ചു വരുന്ന വരും പറഞ്ഞു സൂചാട്ടൻ തിരിച്ചു വന്ന് പറയുമോ എന്നെ അടിച്ചെന്ന്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ലേ. ഇതിനെല്ലാം അടിസ്ഥാന കാരണം ഞാൻ എവിടെയോ എന്തോ വലിയ സംഭവമായി. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഈ കുശുമ്പ് തന്നെയാണ്. ഈ അയൽപക്കത്തെ പറഞ്ഞ വ്യക്തികളെ, അടുത്തുള്ള ഈ വ്യക്തികളെ ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. അല്ലെ സുധിച്ചാനുള്ളപ്പോൾ പിന്നെ ഞാൻ കേട്ടു സൂചാൻ അടുക്കള പണിയുന്നു, സൂചാൻ ഈ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കും. അമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ എനിക്കും കിച്ചുവിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സൂചാൻ അത് സ്പെഷ്യലായിട്ട് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് സൂചാൻ്റെ ഒരു സ്പെഷ്യലാണ്. അതിനാണ് പറഞ്ഞ അടുക്കള ജോലി ചെയ്യുന്നത് സൂചേട്ടൻ. അടുക്കള ഇതെല്ലാം വന്ന് കഴിച്ചാലും പറയുന്നല്ലേ, ഇതെല്ലാം ഇവർക്കും കൊടുത്തിട്ടുണ്ട്, ഇവർ കഴിച്ചിട്ടാണ് ഈ കുറ്റം പറയുന്നത്. എന്തുകൊണ്ട് ഇവരോട് ആരോടും എനിക്കൊരു പ്രശ്നം ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. ഇവരുടെ വെച്ച് ഞാൻ എന്തോ സെലിബ്രിറ്റി ആകുന്നു, അവൾ വലിയ ഇനി കോടികൾ ഇനി അവൾക്ക് കിട്ടുമോ, അവൾ വലിയ സിനിമാ നടിയാവോ, ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഇവറ്റകൾ ഈ കിടന്ന് കള്ളത്തരം ഉണ്ടാക്കുന്നത്. ഞാൻ ഇത്രയുള്ള ഞാൻ എന്നെ നേരിട്ട് കണ്ടല്ലോ ദേവു. സൂചേട്ടൻ എന്നെക്കാളും നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, കുഞ്ഞു മനുഷ്യനൊന്നും അല്ല സൂചേട്ടൻ, നല്ല ആരോഗ്യമുള്ള. ആ മനുഷ്യനെ എടുത്തടിച്ച് ഓടിക്കാൻ തന്നെ കിച്ചുവിന് 18 വയസ്സുണ്ട്. സ്വന്തം അപ്പനെ
ഞാൻ എടുത്ത് പെരക്കി ചുറ്റും അടിച്ചോടിക്കാന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ള ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ പാടില്ല രേണു. അത് കള്ളമാണോ സത്യം? അങ്ങനെ ഓടിക്കാൻ പറ്റുമോ? മൂത്തമായ സമ്മതിക്കുമോ? ഇളയ കുഞ്ഞു വരെ അച്ഛാ അച്ഛാന്ന് പറഞ്ഞ് നിൽക്കുമോ ആ സമയത്ത്? ഞാൻ അങ്ങനെ അടിക്കുവോ സൂചന? അടിച്ചോടിക്കുവോ സൂചന? എന്ത് വൃത്തികെട്ട എന്ത് കള്ളത്തരം ഉണ്ടാക്കി പറയുന്നത്? ഇതിനൊക്കെ തെളിവുള്ളതാണോ ഈ പറയുന്നത്? രേണു സുധി, അതായത് സുധിച്ചേട്ടന്റെ വൈഫായ രേണു സുധി ആദ്യ കാലങ്ങളിലൊക്കെ സുധിച്ചേട്ടൻ കലാകാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും രേണു വീട്ടിൽ തന്നെയായിരുന്നു അല്ലേ? ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ദാസേട്ടന്റെ ആ ഒരു റീലോട് കൂടിയിട്ടാണ് മൊത്തം നിങ്ങളുടെ ഒരു റീബർത്ത് ആസ് എ ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ താങ്കളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടെന്നുള്ള ലോകം അറിയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ദാസേട്ടൻ കാരണമാണെന്നുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു സെൽഫി എടുക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ മാതിരി കോൾ ചെയ്യുമ്പോൾ ഡേറ്റ് ഇല്ല, ഫുൾ ബിസിയാണ്, അങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. അത് ഈവൻ എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കോൾ ചെയ്യുമ്പോൾ ആ ലൈനിൽ കിട്ടാറ് പോലും ഇല്ല. അപ്പോൾ ഓരോ ഈ ഒരു മൂമെന്റ് അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയർ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു തിരക്ക്, ആ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ ആളുകൾ റെസ്പെക്ട് ചെയ്യുന്ന രീതി. ഇപ്പൊ രേണു പറയുന്നുണ്ട് എന്നെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. സോ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇഷ്ടപ്പെടേണ്ട, അത് അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾ, റീൽ ചെയ്യുന്ന ആൾ, എല്ലാവർക്കും അവരുടേതായ ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരണം, ഹൈപ്പ് ആവാ, റീച്ച് ആവാ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അല്ലെങ്കിൽ ആൽബം ലെവൽ, ഫിലിം ലെവൽ, എന്ത് തന്നെയാണെങ്കിൽ ആ വ്യക്തികൾക്ക് ഉണ്ടാവും. അപ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലൈക്ക് രേണുവിൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല, ഞാൻ എൻ്റെ കാര്യം ചെയ്തു പോകുന്നു, നീക്ക് പോടാന്നുള്ള ഒരു നിങ്ങൾ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഇത്രയും നെഗറ്റീവ് കേട്ടു, ഇനിയിപ്പോൾ നെഗറ്റീവ് കേട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മീഡിയാസ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഇവന്മാർക്ക് എന്നാൽ പിന്നെ ഓക്കെ അങ്ങനെയെങ്കിൽ റീച്ച് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യുന്നുണ്ട്? കലങ്ങിയോ? ഒരിക്കലും ഇല്ല, പറയാം സംസാരിക്കും. ഞാനത് എല്ലാം കേട്ടിട്ട് സംസാരിക്കായിരിക്കും. സുധിച്ചേട്ടനുള്ളപ്പം കൊസു TV എന്ന് പറയുന്ന നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. 4 എപ്പിസോഡിലും ഞാൻ സുധിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എന്തായാലും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് മിമിക്രി, അന്നത്തെ പ്രശസ്തരായ മിമിക്രി ആർട്ടിസ്റ്റുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അന്നൊക്കെ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അതിനുള്ള ശേഷം സുധിച്ചേട്ടൻ മരണപ്പെട്ടു, അകാലത്തിൽ മരണപ്പെട്ടു. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് ഇരിക്കുമ്പോഴാണ് ഇങ്ങോട്ടൊരു അവസരം വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈപ്പിൽ കയറണം, എനിക്ക് ഹൈപ്പിൽ എപ്പോഴും നിൽക്കണം. ഓ എണ്ണയിൽ രേണു സുധി, എൻ്റെ തല എൻ്റെ, ആ ഒരു സിറ്റുവേഷനിൽ വന്ന ഒരാളല്ല. ഒരു ഒഴുക്ക്, ഞാൻ എപ്പോഴും പറയാനുള്ളത്, ഒരു വെള്ളം ഒഴുകി ആ ഒഴുക്കിനനുസരിച്ച് ഇവിടെ എവിടെയോ വന്ന് നിൽക്കുന്നു. അല്ലാതെ എനിക്ക് എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കണം. എന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാം, എന്നോട് പലരും പറഞ്ഞു എടി ഞാൻ എനിക്കറിയില്ല, ഇൻസ്റ്റാഗ്രാം തുറന്ന രേണു സുധി, യൂട്യൂബ് തുറന്ന അടുത്ത രേണു സുധി, പോട്ടെ ഫേസ്ബുക്ക് തുറന്ന രേണു സുധി. ഇതൊന്നും ഞാൻ നേടിയെടുത്ത, അല്ലെങ്കിൽ ഞാൻ നേടിയെടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് നേടിയെടുത്ത കാര്യങ്ങളോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ ഒരാളല്ല. ഓഫ് കോഴ്സ് ആ ഒരു റീലിൽ വന്നിട്ട് വൈറലായതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. അത് ദാസേട്ടൻ കോഴിക്കോടിന്റെ റീല്, അത് പറയാം. അതിന് മുന്നേ ഞാൻ കൊച്ചിൻ സംഗമിത്രയെ പോലുള്ള വലിയൊരു പ്രൊഫഷണൽ ഡ്രാമ ഗ്രൂപ്പിന്റെ തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടാണ് ഞാൻ. തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഒരു 19 സ്റ്റേജ് കഴിഞ്ഞിരുന്നു കൊച്ചിൻ സംഗമിത്രയുടെ 50ാമത്തെ നാടകമായി ഇരട്ട നഗരത്തിലെ ഒരു ക്യാരക്ടർ വേഷം ഞാൻ ചെയ്യുകയായിരുന്നു. 10 സീനിലുണ്ട്, 10 സീനുണ്ട്, 10 സീനിൽ 2 മണിക്കൂറിന്റെ നാടകം സ്റ്റേജിൽ. വെറുതെ ഒന്നും ഏതായാലും ഒരു കഴിവ് അഭിനയിക്കാൻ കഴിവില്ലാത്ത എന്തായാലും പിടിച്ച് കൊച്ചിൻ സംഗമിത്രയെ പോലത്തെ ഒരു വലിയൊരു സമിതി, KPSC അതൊക്കെ കഴിഞ്ഞ് ഉള്ള പ്രബല സമിതിയിലൊന്നാണ്. KPSC പോലൊക്കെ തന്നെ പ്രബല സമിതിയിലൊന്നാണ് നാടക സമിതിയാണ് കൊച്ചിൻ സംഗമിത്ര. സതീഷ് സംഗമിത്ര കൊച്ചിക്കാരനാണ് അദ്ദേഹമാണ് നേരിട്ട് വിളിച്ചത്. അവർ 50ാമത്തെ നാടകത്തിൽ ഒരു ക്യാരക്ടർ വേഷം, ഒരു നായിക പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ വേഷം ഞാൻ കൈകാര്യം ചെയ്തു. അത് എഗ്രിമെന്റ് കഴിഞ്ഞു, അവരുടെ നാടകത്തിന്റെ ആ ഒരു സീസൺ കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞു. പിന്നെ പുതിയ പുതിയ നാടക സമിതികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഡേറ്റിന്റെ അല്ല, എനിക്ക് നാടകത്തിന് കുറച്ച് നാൾ ഞാൻ മാറി നിൽക്കുവാണ്. കാരണം എനിക്ക് അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദാസേട്ടൻ കോഴിക്കോടിന്റെ റീല് വരുന്നത്. മനസ്സിലല്ല, അതിലൂടെ വന്നതല്ല. ഞാൻ ജസ്റ്റ് റീൽ ചെയ്യുന്നതന്നെ ഒരു പ്രൊഫഷണൽ റീൽസ് ചെയ്യാൻ ഒരു അവസരം ഒരിക്കൽ നമ്മുടെ സ്റ്റാർട്ടിങ് അദ്ദേഹമാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ രേണുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നിട്ട് ഇപ്പം മീഡിയാസിനോട് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞാൽ അവന്മാർ പോയിട്ട് അതിപ്പോ എന്ത് ചെയ്യും, വീഡിയോ ചെയ്യും, അത് ചെയ്യും, അങ്ങനെ ഒരു റീച്ച് വന്നോട്ട്, അങ്ങനെ ഒരു റീച്ച് വന്നാലും ഐ എം ഓക്കെ എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം എന്തെങ്കിലും റീച്ച് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും സംസാരിക്കുക? ഒരിക്കലും മനഃപൂർവ്വം ഞാൻ സംസാരിക്കുന്നതല്ല. ഞാനിപ്പോ കുറച്ച് മുന്നേ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. നമ്മൾ അബദ്ധമൊന്നുമല്ല, ഞാൻ എന്ത് ചോദിച്ചാലും ഉത്തരം എനിക്കറിയാം. ആ ഉത്തരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നുമില്ല. എനിക്ക് ഉത്തരവുണ്ട്. ഇനിയിപ്പോ ഒട്ടും പറ്റാത്ത കാര്യമാണ് എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. അതും വിരലെണ്ണാതെ 2 or 3 പ്രാവശ്യം കണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ബാക്കിയൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ ഒരു തവണ വെറൈറ്റി മീഡിയയിലോ ഏതോ ഒരു ഇതിൽ ഞാൻ കണ്ടു, ലൈക്ക് ഇത് കണ്ടതിൽ സ്വർണം വേണമെന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ലിവിങ് ടുഗദറിന്റെ കാര്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫണ്ണി ഗെയിം ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെ ഒരു അക്കൗണ്ട് ബാലൻസ് കാണിക്കുന്നു. അപ്പോൾ രേണുവിന് തിരക്കാണ് ഫുൾ ടൈം, അവിടെ ഷൂട്ട് ഇവിടെ ഷൂട്ട്, അങ്ങനെ ആ ഷൂട്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഇത്രയും തിരക്കുള്ള ആൾ, അതേപോലെ തന്നെ ഒരു തവണ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു സ്റ്റോറി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏർലി മോർണിംഗ് പോയിട്ട് വരുന്നു, പിള്ളേർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫ്യൂ ടൈമിൽ തന്നെ ഇത്രയും ഒരു ഏണിങ് അല്ലെങ്കിൽ ഇത്രയും പൈസ ഈ ഒരു വർക്കിലൂടെ എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്?
ഒരു വർക്കിന് ഞാൻ ഈ 5 ലക്ഷം 10 ലക്ഷം ഒന്നും അല്ല മേടിക്കുന്നത്. 5000 4000 3000 രൂപയൊക്കെ മേടിച്ചിട്ട് ഞാൻ അത് എവിടെയും പറയും മേടിച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്നലെ വരെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്, വർക്കുകൾ ചെയ്തത്. മനസ്സിലായോ? അപ്പം ആ ഒരു പൈസ കിട്ടി എൻ്റെ വീട്ടിൽ ആരും ജോലിക്ക് പോകുന്നില്ല. അപ്പൊ ഈ പൈസ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, വീട്ടിലും കൊടുക്കുന്നുണ്ട്. അല്ലാതെ അത് എവിടെ ചെന്ന് സേവ് ചെയ്ത് വെക്കാൻ കാണുമോ അതിനകത്ത്? ഇല്ല. എനിക്ക് എൻ്റെ മനസ്സാക്ഷി നിലവിൽ ഇപ്പൊ സേവിങ് ഒന്നുമില്ല. ഒരു സേവിങ്സ്, സീരിയസ്ലി ഒരു സേവിങ്സ്. കിട്ടണ പൈസ ഇപ്പൊ ഇന്നൊരു വർക്ക് കിട്ടിയ 5000 രൂപ കിട്ടിയെന്ന് വെച്ചു, അപ്പോഴായിരിക്കും വീട്ടിൽ മക്കളെ ഇന്ന ആവശ്യമുണ്ട്, എന്നോടല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ, എൻ്റെ അപ്പനും അമ്മയല്ലേ, അവർ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കിച്ചൂട്ടന് അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ അതെ കൊടുക്കും. അല്ലാതെ എനിക്ക് ഇല്ല, ഒരു എർണിങ്സും ഇല്ല. ഞാൻ താജുദ്ദീൻ പത്തനംതിട്ടയുടെ കാര്യം ഒന്നും കൂടി എടുത്തിടുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വീട് പണിതുകൊണ്ടിരുന്ന സമയത്ത് പണിക്കാർ വന്നിട്ട് ഇങ്ങനെ വിളിക്കും അത്ര, ലൈക്ക് നമുക്കൊരു വെള്ളം തന്നിട്ടില്ല, ഫുഡ് തന്നിട്ടില്ല. അപ്പോൾ താജുദ്ദീൻ വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, പപ്പോട് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എങ്ങനെ വെള്ളം കൊണ്ട് കൊടുക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ പണി ചെയ്യാൻ വന്ന ആൾക്കാർക്ക് ഒരു ഇറ്റ് വെള്ളം പോലും കൊടുക്കാതെ കണ്ണീരോടെ ഇറങ്ങിയോണ്ടാണ് അവിടെ ഇപ്പോൾ ഫാൻ വീഴുന്നു, അത് വീഴുന്നു, ഇത് വീഴുന്നു. ആ ഒരു സംഭവം അത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ആ പണി ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ടേ, ഈ പണിത് തീർന്നു കഴിഞ്ഞാണ് ഞാൻ ആ വീട് കാണുന്നത്. എനിക്കറിയത്തില്ല ഇയാൾ ഇതിനകത്ത് എന്താണ് പറയുന്നത്, ഇയാൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയില്ല ഇതിനെപ്പറ്റി. അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് പപ്പായോടാണ് അയാളെ പണിയെ പറ്റി അയാൾ എന്തിനാണ് KHDC വന്ന് സംസാരിച്ചാലും സത്യം ശരി, ഓക്കെ, അവർക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഇയാൾ എന്തിനാണ് ഈ സംസാരിക്കുന്ന ആവശ്യമില്ലാത്തൊക്കെ? എനിക്കറിയില്ല ഇയാൾ ഈ കിടന്ന് ടോർച്ചർ ചെയ്യുന്നത് എന്തിനാന്ന്. ആ പണി ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എനിക്കറിയില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് പറയാം? എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ്? വേറെ ദൈവവിശ്വാസിയാണോ? ഞാൻ വിശ്വാസം കൂടുതലാണ്. വിശ്വാസം കൂടുതൽ, പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ. പള്ളി വിശ്വാസിയാണ് ഞാൻ, പുണ്യാളന്റെ വിശ്വാസിയാണ്. അപ്പോൾ ഇനി ഒരു മാരേജ് അല്ലെങ്കിൽ ഇനി ഒരു പാർട്ട്ണറെ പറ്റിയിട്ട് ചിന്തിക്കോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ലൈഫിനെ ടേക്കപ്പ് ചെയ്യാൻ പോകുന്നത്? ഇതേപോലെ സിംഗിൾ മോം എന്നുള്ള രീതിയിൽ തന്നെ പോകാനാണോ? ഇതുവരെ അങ്ങനെ സിംഗിൾ മോം എന്നുള്ള രീതിയിൽ പോകാൻ തന്നെയാണ് താല്പര്യം. ഇനിയിപ്പോ നാളെ എന്താണ് നമുക്ക് വരുന്നത് നമുക്കറിയില്ല. നാളെ ഇനി ഒരു പക്ഷേ നമ്മുടെ ചിന്ത മാറിയേക്കാം. നാളത്തെ കാര്യമല്ലേ, ഈ ഒരു നിമിഷം അടുത്ത നിമിഷം നമുക്ക് ഉണ്ടോന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ, ഇല്ലേ? അതെ. അപ്പൊ അതിനെപ്പറ്റി അഹങ്കരിച്ചിട്ടോ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. സോ ഇന്നത്തെ വിധി എന്താണോ അത് മുന്നോട്ട് പോകാം. ഫിറോസിന്റെ അദ്ദേഹമാണല്ലോ വീടും കാര്യങ്ങളെല്ലാം സംഭവങ്ങളെല്ലാം ചെയ്തു തന്നത്. അപ്പോൾ അതിൽ ആ ഒരു 15,000 കേസ്, ചെറിയൊരു കാര്യത്തിന് പോലും ഭയങ്കര താങ്ക്ഫുൾ ആയിട്ട് നിൽക്കുന്ന രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സ്വന്തമായിട്ട് വീടില്ലാത്ത സിറ്റുവേഷനിൽ വീട് കിട്ടിയിട്ടും ആ ഒരു സംഭവത്തിന് ആ ഒരു 15,000 രൂപ കോട്ട് ചെയ്തത് രേണുവിന് 15,000 രൂപ കോട്ട് ചെയ്തത്. ഞാനൊരു കാര്യം പറയട്ടെ. ആ സമയത്ത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഒരു ചാനൽ വരുന്നുണ്ട്, ഇന്റർവ്യൂ കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ആ സമയത്ത് എന്നെ ഉത്തരവാദിത്തപ്പെട്ട അവർ പറഞ്ഞത് ഏത് ഇന്റർവ്യൂ വന്നാലും പൈസ പേയ്മെന്റ് ചെയ്തിട്ട്, കാരണം നമുക്ക് വേറെ വരുമാനം ഒന്നുമില്ല. ഏത് ഇന്റർവ്യൂസ് വന്നാലും പേയ്മെന്റിലാണ് ഞാൻ ചെയ്യുന്നത്. ചില ഇന്റർവ്യൂ ചാനലുകാർ എനിക്ക് ഇങ്ങോട്ട് പൈസ കൊച്ചിനെ പേയ്മെന്റ് ആയിട്ടില്ല, കൊച്ചിനെ മനസ്സിലായി. അവർക്ക് എന്റെ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ട് അവരങ്ങനെയാണ് ഇന്റർവ്യൂസ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ആ സമയത്ത് ഈ പറഞ്ഞ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ചാനൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് ലാസ്റ്റ് സംസാരിച്ചത്. ഞാനൊരു ചെറിയ പേയ്മെന്റ് 15,000 രൂപ എന്ന് രേണു സുധി പറഞ്ഞിട്ടില്ല. ചെറിയ പേയ്മെന്റ് ആണെങ്കിൽ അത് ചോദിക്കുന്നത് ആരോട്? അതെന്താണ്? ഞാൻ യൂട്യൂബ് ചാനലുകാരോടാണല്ലോ പറഞ്ഞത്, അവരോടല്ല പറഞ്ഞത്. വീട് വെച്ച് തന്നവരോട് ഞാൻ എന്തിനാ അധികം പൈസ ചോദിക്കുന്നത്? ചെറിയ പേയ്മെന്റ് വാങ്ങിച്ചില്ല, അത് ചെയ്തില്ലല്ലോ, അത് നടന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാനൊരു ചെറിയ പേയ്മെന്റ്, അത് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ സമയത്ത് ഞങ്ങൾക്ക് ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടല്ലോ, ഞാൻ അവരെ എടുത്ത് പറയുന്നില്ല, മനസ്സിലായി. അവർ പറഞ്ഞു അറിയാമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എന്താ പറയുക ഇന്റർവ്യൂവിന് വന്നിരുന്നു എന്തായാലും ആ സമയത്ത് പേയ്മെന്റ്. അത് ഒരുപാട് ഇന്റർവ്യൂ, ആ പഴയ വീട്ടിൽ വെച്ച് എത്ര ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് പുതിയ വീട്ടിലോട്ട് വന്ന സമയത്താണിത്. വീട് വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പൈസ ഒരു എന്തെങ്കിലും ചെറിയ പേയ്മെന്റ് ഇല്ല ഇന്റർവ്യൂ കൊടുക്കും, അല്ലാതെ ഫ്രീ കൊടുക്കത്തില്ല രേണു ഇല്ലെന്ന് പറഞ്ഞു. ഇതാണ് ലാസ്റ്റ് വിളിച്ച കോൾ. ഇത് 15,000 ഒന്നും ഇന്ന് വരെ ഞാനൊരു ഇന്റർവ്യൂക്കാരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഒരു വർക്ക് ഞാൻ നടന്നിട്ടില്ല, ഇല്ല, അങ്ങനെ ഒരു വർക്ക് നടന്നിട്ടില്ല. പിന്നീട് ഞാൻ അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.